യുകെയിൽ ഈ വാരാന്ത്യം ഉഷ്ണതരംഗ മുന്നറിയിപ്പുള്ളതിനാൽ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ വിദഗ്ധർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനങ്ങളിൽ സൂക്ഷിച്ചാൽ അപകടകരമായേക്കാവുന്ന ചില വസ്തുക്കൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. കാർബണേറ്റഡ് പാനീയങ്ങൾ മുതൽ ജനന നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ വരെ അവയിൽ ഉൾപ്പെടുന്നു. ഈ വാരാന്ത്യം താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. എന്താണ് ഉഷ്ണതരംഗമെന്ന് നോക്കാം. ഒരു പ്രദേശം തുടർച്ചയായ 3 ദിവസം സാധാരണ താപനിലയിൽ നിന്ന് 4.5 ഡിഗ്രി സെൽഷ്യസിലും അധികം ഉയരാനുള്ള സാഹചര്യമാണ് ഉഷ്ണതരംഗം. ഇത് ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. ചൂടുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ വാഹനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നോക്കാം. കാർബണേറ്റഡ് പാനീയങ്ങൾ, മരുന്നുകൾ, സൺസ്ക്രീൻ, സൺഗ്ലാസുകൾ, ജനന നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ എന്നിവയാണ് ഒഴിവാക്കേണ്ടവ. അമിതമായ ചൂടിൽ സൺഗ്ലാസിൻ്റെ ഫ്രെയിം വളയുകയോ പൊട്ടുകയോ ചെയ്യാമെന്നും ലെൻസുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാമെന്നുമാണ് മുന്നറിയിപ്പ്. അതിനാൽ ചൂടുള്ള കാലാവസ്ഥയിൽ സൺഗ്ലാസുകൾ ഒരു കവറിനുള്ളിൽ സൂക്ഷിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ മരുന്നുകൾ വാഹനങ്ങളിൽ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇൻഹേലറുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ഇൻസുലിൻ തുടങ്ങിയ മരുന്നുകൾ ഉയർന്ന ചൂടിൽ ഫലപ്രദമല്ലാതാകാൻ സാധ്യതയുണ്ട്. സൺസ്ക്രീനുകൾ ഉയർന്ന താപനിലയിൽ രാസമാറ്റം സംഭവിച്ച് ഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ജനന നിയന്ത്രണ ഉൽപ്പന്നങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിൽ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഫലപ്രദമല്ലാതാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയിൽ കാർബണേറ്റഡ് പാനീയങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് അപകടമുണ്ടാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സിഗരറ്റുകളുടെ ബാറ്ററികൾ ചൂടിൽ വീർക്കുകയും ചോർച്ചയുണ്ടാവുകയും ചെയ്യാമെന്നും പറയുന്നു. ഈ വാരാന്ത്യം യുകെയിലെ ചില ഭാഗങ്ങളിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ യെല്ലോ ഹീറ്റ് ഹെൽത്ത് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസിയാണ് അലേർട്ട് പുറപ്പെടുവിച്ചത്. ജൂലൈ 15 വരെ അലേർട്ട് നിലനിൽക്കും. എല്ലാ പ്രദേശങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. രാജ്യമെമ്പാടും താപനിലയിൽ കാര്യമായ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പല പ്രദേശങ്ങളിലും വരണ്ട കാലാവസ്ഥയും ചൂടും അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് അറിയിച്ചു. ഇംഗ്ലണ്ടിൻ്റെ മധ്യ, തെക്കൻ, കിഴക്കൻ ഭാഗങ്ങളിൽ ചൂട് കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയിലേക്ക് നയിക്കുന്ന പ്രധാന കാരണം കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങുന്ന കാറ്റാണ്. ഇത് യൂറോപ്പിൽ നിന്നുള്ള കാറ്റിന് കാരണമാവുകയും താപനില ഉയർത്തുകയും ചെയ്യും. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിൻ്റെയും ചില ഭാഗങ്ങളിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡിലും നോർത്തേൺ അയർലൻഡിലും 24 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം. തെക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലും പരമാവധി താപനില 33 അല്ലെങ്കിൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കിഴക്കൻ തീരങ്ങളിൽ കാറ്റ് കാരണം താപനില കുറയാൻ സാധ്യതയുണ്ട്. നോർത്തേൺ അയർലൻഡിൽ 27 ഡിഗ്രി സെൽഷ്യസ് വരെയും സ്കോട്ട്ലൻഡിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഈ വേനൽക്കാലത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില ജൂലൈ 1 ഹാവർഷാമിൽ രേഖപ്പെടുത്തിയ 35.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചൂടുള്ള കാലാവസ്ഥ തിങ്കളാഴ്ച വരെ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വീടുകളിൽ ചൂട് നിയന്ത്രിക്കുന്നതിനായി ജനലുകളും കട്ടനുകളും അടച്ചിടാനും തണുപ്പ് നിലനിർത്താനുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. പകൽ സമയം ജനലുകൾ അടച്ചിടുകയും സൂര്യപ്രകാശം ഏൽക്കാത്ത തണലുള്ള സ്ഥലങ്ങളിൽ ജനലുകൾ തുറന്നിടുകയും വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് കാറ്റ് കയറ്റി തണുപ്പിക്കുകയും ചെയ്യണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.